എന്നോട് ഇപ്പൊ മമ്മി ഇപ്പൊ തനുക്കുകയാണെങ്കിൽ പറയണത് ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. പക്ഷെ അങ്ങനെയാണ് വൈറലായിട്ടുള്ളത്. മുമ്പ് ഇപ്പൊ എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് വലത്തിൽ വരും. ഇപ്പൊ ഷൈൻ അടക്കമുള്ളവർ വരുമ്പോഴേ സാറിന്റെ കൂടെ നിന്ന് സിനിമ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതാണ്. ഇപ്പൊ പല യങ്സ്റ്റേഴ്സ് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത്, സാർ ഒരു പടം ഞാൻ വർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ ഒരു പടം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ്. ശ്രീനി ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കഥ കിട്ടിയിട്ടുണ്ട്, ഞാൻ ശ്രീനിക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത് ശ്രീനി പറഞ്ഞു, എടോ നമ്മളൊരു പടം ചെയ്യുന്നു, നിങ്ങളുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വനിതാ കോളേജിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ സുന്ദരനായ ഒരു വയസ്സൻ അധ്യാപകൻ വരുന്നു, പെൺകുട്ടികൾക്ക് മുഴുവൻ ഇപ്പോഴാണെങ്കിൽ പ്രേമം വൈറലാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊരു വാക്ക് മാറ്റാൻ പറഞ്ഞു. ഏതൊരു മലയാളിയും ഒരു ജോലി കിട്ടിയിട്ട് വേണം 2 ആഴ്ച ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഓർക്കപ്പുറത്തല്ലേ. അങ്ങനെയുള്ള കുറെ ഡയലോഗുകളും പിന്നെ പാട്ടുകളും. കമൽ സാറിന്റെ സിനിമകളെ പാട്ടുകൾ ഫ്രം കാക്കുത്തിക്കാവ് തൊട്ട് നമ്മൾ ഏത് മലയാളിയും ഏതൊക്കെ രീതിയിൽ അതന്നെ ഉണ്ണിയിലൊരു കഥ പറയാം. എല്ലാ സിനിമയിലും ഹൈ സ്പീഡിൽ ഓടുക, ചാടുക, ആക്ഷൻ, ഇതൊക്കെയായിരുന്നു അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചിരുന്നത്. അതെ. അപ്പോൾ ഞാൻ നമസ്കാരനെ കുറിച്ച് ഫോർമലാവും. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഒരു ഗുരു ശിഷ്യ ബന്ധം, അതും ഇപ്പോൾ ഇതൊരു സിനിമ വൈറലാകാൻ പോകുന്നൊരു സിനിമയാണ്. വിവേകാനന്ദൻ വൈറലാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊരു സമയം തന്നതിന് ആദ്യം തന്നെ ഞാനൊരു നന്ദി പറഞ്ഞിട്ട് തുടങ്ങാം. സർ, കമൽ സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കൽ വളരെ കുറവാണ്. അതായത് ഫോണിൽ കൂടെയാണ് എപ്പോഴും വർത്താനം. അപ്പോൾ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയുടെ ഒരു കാതൽ സാർ എപ്പോഴും തന്നെ നോക്കുകയാണെങ്കിൽ സാറിൻ്റെ എല്ലാ സിനിമകൾക്കും തന്നെ ഒരു വ്യക്തിത്വം വേറെ മാറി നിൽക്കും. കമൽ ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം, വൈറലിൽ എവിടെയാണ് ആ ടച്ച് വന്നിരിക്കുന്നത് സാർ? ഒരുപാട് സ്ഥലത്തുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം കമൽ ടച്ച് എന്ന് അതിനെ പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ടച്ച് ഒന്നുമില്ല. ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ സ്വയം നവീകരിക്കാൻ ഫ്രഷ് ആകാന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിൽ എടുക്കുന്ന തീമുകൾ ആ കാലത്ത് പ്രസക്തമാണോ എന്നുള്ളത് നോക്കുക. പുതിയ കാലത്ത് ഓഡിയൻസിന് എന്താണ് വേണ്ടത് അത് നമ്മൾ തിരിച്ചറിയുക, അതിന് പറ്റുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. കാരണം എല്ലാം നമ്മളൊരു എന്താ പറയുക ടൈമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോൾ ഒരു എഴുത്താണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, എന്തായാലും ശരി. അപ്പോൾ ഈ വിവേകാനന്ദൻ വൈറലാണെന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ പുതിയ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയും ഇതെല്ലാം ഒന്നും ഇല്ലാണ്ട് പുതിയ ജനറേഷൻ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വൈറൽ എന്നുള്ള വാക്ക് അത്രമാത്രം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, എല്ലാവരുടെയും ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഷൈൻ ചെയ്യുന്ന കഥാപാത്രവും അയാളുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് പദമാണ് ഈ വൈറൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. ഷൈൻ, കൺഗ്രാജുലേഷൻസ്. ഇത് 100ാമത്തെ പടമാണ്. പിന്നെ ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ജീവിതത്തിൽ ഒരു ചേഞ്ച് കൂടി ഉണ്ടായി. കയ്യിലൊരു മോതിരം വീണു എന്ന് എനിക്കറിയാം. ഇട്ടില്ല, എന്നാലും അതവിടെ ഉണ്ട്. അതും നല്ല കാര്യം ജീവിതത്തിൽ. അതെ, ഞാൻ പെട്ടെന്ന് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, പ്രവചനമായിരുന്നു. അപ്പോ സാറിന്റെ കൂടെ എനിക്കവിടെ ആദ്യം ഒരു സഞ്ചാരിയായിട്ട് ബസ്സിലായിരുന്നു അല്ലേ ആദ്യത്തെ റോള്? ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് പറയാൻ പറ്റില്ല. രാത്രി ആകുമ്പോ അതായത് ഞാൻ എല്ലാ പടത്തിലും പറയാം, എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പോയിട്ട് അവിടെ പോയിരിക്കും, അല്ല അവിടെ നിൽക്കുക. എന്താ പറയുമോ, ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാനും കൂടിയാണ് ഉദ്ദേശം, അല്ലാണ്ട് ഇവർ അഭിനയിപ്പിക്കുക എന്നുള്ളതല്ല. ആ ബസ്സിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇവര് കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവരിരുത്തും. പിന്നെ രാത്രി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ മിസ്സായി പോകും. അപ്പൊ കണ്ടിന്യൂറ്റി പോകില്ലേ, അതുകൊണ്ട് നമ്മുടെ ക്രൂവിലുള്ള ആരെങ്കിലും തന്നെ ഇരുത്തും. ഇത് പി ഭാസ്കരന്റെ ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്ക് 4 മക്കളാണല്ലോ. അപ്പൊ 4 കുട്ടികളും സെറ്റിലെ പ്രോപ്പർട്ടിമാര്. 5 വയസ്സായ കുട്ടി അജിത്ത് വരട്ടെ, 3 വയസ്സായ മിനി വരട്ടെ. അതാണ്. അപ്പൊ ഷൈൻ, താങ്കളുടെ സിനിമയിൽ ഞങ്ങൾ അതിന് പറയും ചെയ്തു. അന്ന് ഞങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് നേരെ ഇതിലേക്ക് ഓടുക, ഡബ് ചെയ്യാൻ ഓടുമായിരുന്നു വൈറലിന്. അപ്പോൾ ഒരു 100ാമത്തെ സിനിമയിലാണ് സാർ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരു വിളിച്ചപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇങ്ങനൊരു സിനിമയുടെ ഒരു കഥ, ഈ സിനിമയുടെ നമ്മളൊരു പ്രോമോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഏകദേശം ഷൈൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് സമ്മതിക്കാം എന്ന് ഗുരു വിളിച്ചാൽ നമ്മൾ എന്തായാലും, പക്ഷെ എന്തായാലും ഷൈനിന് തുടക്കത്തിൽ തോന്നിയൊരു കാര്യം ഈ സിനിമയിൽ യെസ് പറഞ്ഞപ്പോൾ? സാറ് പടം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സന്തോഷം. വീണ്ടും ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് സിനിമ ഉണ്ടല്ലോ ഗദ്ദാമ, അത് കഴിഞ്ഞിട്ട് 100ാം സിനിമ. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ 100 സിനിമ തയ്ക്കട്ടെ എന്നിട്ട് വിളിക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മുടിയൊക്കെ അയച്ചിട്ട് അല്ലേ? അതെ അതെ. സാറ് പടം ചെയ്യുന്നില്ല, ഒരുവിധം പഴയ ആളുകളൊന്നും പടം ചെയ്യാതിരിക്കുക. ഇപ്പൊ സാറാണെങ്കിലും സിബി സാറ് ഇടയ്ക്ക് 1-2 ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോലി സാറ് മാത്രം കണ്ടിന്യൂസ്ലി പടം ചെയ്യണം. പ്രിയൻ സാറ് കുറെ നാളായി പടം ചെയ്തിട്ട് ഇപ്പൊ പടം ചെയ്തു. അപ്പൊ ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ പടം ചെയ്യുന്ന സമയത്ത് ആരും പടം ചെയ്യുന്നില്ല.
ഞാൻ സാറിന്റെ ഫിലിമോഗ്രഫി നോക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ 80s 90s മലയാള സിനിമയുടെ സുവർണ്ണകാലം എന്ന് പറയുന്നത് ഈ പടങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഇവരുടെ പടങ്ങൾ. അപ്പൊ ഇവര് ആരും പടം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാറ് പടം ചെയ്തില്ലേ? സാറന്ന് അക്കാഡമിക് ചെയർമാനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വിളിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല. സാറിന്റെ കൂടെ പിന്നിൽ നിന്നുകൊണ്ട്, മോണിറ്ററിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇരുന്ന താങ്കൾ പിന്നെ സാറിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഒരു അന്തരം എന്തായിരുന്നു? അതിലൊരു തിരുത്തുണ്ട്, അന്ന് മോണിറ്റർ ഇല്ല. സോറി, മോണിറ്റർ മഞ്ഞുകൂട്ടി അതുപോലെയാണ്. നമ്മളിൽ മോണിറ്റർ ഇല്ല. നമ്മളിൽ സോങ് എടുക്കുമ്പോ മോണിറ്റർ വരും. അത് പിന്നെ മറ്റേ ജിബ് വരുമ്പോഴും അതിന് കാണാനായിട്ട് അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മോണിറ്ററിൽ എന്താ നടക്കുന്നത്. അതുവരെ നമുക്ക് ഫ്രെയിമിന്റെ ഇതൊന്നും അത്രയ്ക്ക് അറിയില്ല. പിന്നെ സുഖം പറയാനനുസരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം സാറിന്റെ എപ്പോഴാണ് നമുക്ക് ചൂടാവുക, സാർ എപ്പോഴാണ് ചീത്ത പറയാനുള്ള സമയം എന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അനുസരണയോടെ നിൽക്കും. ഇവർക്ക് മൂന്നുപേർക്കും അത് അറിയില്ല. ഗ്രേസിനും മെറിനും സ്വാസിക്കും. അപ്പൊ ചീത്ത കേൾക്കാറാകുമ്പോ ഞാൻ എല്ലാവരുടെ ഭാഗത്തുനിന്ന് മാറും. ഷൈനറിയാം എന്നെ പറ്റി ഇവര് പറയുന്നത്. എന്റെ മൂഡ് മാറുമ്പോ ഞാൻ ഈ മുടിയിൽ ഇങ്ങനെ പിടിക്കുമെന്ന് പറയാം. കാരണം തെറ്റിക്കുമ്പോഴല്ല സാറിന് പ്രശ്നം, ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ കുറച്ചു കാലമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക കുട്ടികളോടെ. ഇവര് പറഞ്ഞ് പഠിച്ച് തെറ്റിയാലും പ്രശ്നമില്ല, പക്ഷെ ശ്രദ്ധിക്കാതെ ക്ലാസ്സിലൊരു പോയിന്റ് നിൽക്കുന്ന സമയത്ത് അത് അധ്യാപകർക്ക് ഉണ്ടാകുന്ന അതേ പ്രശ്നം തന്നെ ഒരു ഡയറക്ടർക്ക് ഉണ്ടാവും. ആർട്ടിസ്റ്റിനോട് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കും, ഇവര് മുടിയില്ലേ അല്ലെങ്കിൽ വേറെ അതെ സംസാരിക്കുക. പണ്ട് ഞാൻ ഇവര് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഡയലോഗ് പറഞ്ഞു കൊടുക്കും. ഉണ്ണിമേരി എന്ന് പറഞ്ഞ നടിയില്ലേ, എനിക്ക് വളരെ അടുപ്പമുള്ളതാണ്. അവർ ഇതേപോലെ മേക്കപ്പ് ചെയ്ത് ഞാൻ ഡയലോഗ് പഠിപ്പിച്ചു. ഞാനത് ഡയറക്ടർ ആയിട്ടില്ല, ഞാൻ ചീത്ത വിളിച്ചു. അപ്പൊ കാരണം അന്ന് തുടങ്ങിയ നോക്കേണ്ടത് ഞാൻ നിങ്ങൾ ഡയലോഗ് ശ്രദ്ധിക്കുക, എന്നിട്ട് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. നമ്മളൊരു ഡയറക്ടർ കാര്യം പറയുമ്പോൾ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഏത് ഡയറക്ടർക്കാരും ദേഷ്യം വരും. അതെ അതെ, അത് സ്വാഭാവികം. അതെ, ഇദ്ദേഹത്തിന് സ്കൂട്ടി അറിയാം, മുൻകൂട്ടി അറിയാം. നമുക്കറിയാലോ. പിന്നെ നമ്മൾക്ക് അനുഭവമായി തുടങ്ങിയില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അസിസ്റ്റൻസിന്റെ അടുത്ത് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. നമുക്ക് ചോക്കൊണ്ട് കയറിയിട്ടിരുന്ന ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോ അപ്പൊ ഈ മെറിനാണ് ലാസ്റ്റ് ചീത്തയാക്കാൻ ചാൻസ് ഉള്ളത്. കാരണം മെറിന് എന്തെങ്കിലും പിറുപിറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത പിറുപിറുക്കണം. അപ്പൊ സാറ് നോക്കുമ്പോ ഞാൻ സംസാരിക്കണ പോലെയല്ല തോന്നുക, കുറച്ച് മാറിക്കും. സാർ ഈ ഒരു സിനിമ, ഞാൻ സാറിന്റെ എല്ലാ സിനിമ നോക്കിയാലും ഒരു മേഘമൽഹാർ ആണെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറിന് പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ പൂക്കാലം വരവായിൽ ഒരു കുട്ടിയുടെ കഥ അല്ലെ, പെരുവണാറിന്റെ വിശേഷങ്ങളാണെങ്കിലും മിഴുനീർ പൂക്കളാണെങ്കിലും ഫസ്റ്റ് പടമാണെങ്കിലും എല്ലാത്തിലും ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചില സമയത്ത് എഹെഡ് ഓഫ് ടൈമാണ്, പക്ഷെ ആക്സെപ്റ്റ് ചെയ്തു ഓഡിയൻസ്. ഈ ഒരു സിറ്റുവേഷനിൽ സാറ് പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയുടെ പാർട്ടാണെങ്കിലും എന്തെല്ലാം സാറിൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൗ ഇസ് ഡിഫറെൻറ്റ് ഈ സിനിമ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുവൽ കിട്ടി എന്ന് പറഞ്ഞ പടമുണ്ട്. ഹെഡ് ഓഫ് പീരീഡ് എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് അത് ചെയ്യണമെങ്കിൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ചൈൽഡ് അബ്യൂസാണ് അതിൻ്റെ പ്രശ്നം. അന്ന് ആൾക്കാർക്ക് അത് എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കുറെ കോംപ്ലിസിറ്റീസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അനുഭവിക്കുന്നതാണ്. അവർ പുറത്ത് പറയില്ല, മനസ്സിലായില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ചില കാര്യങ്ങളിൽ അവർ പരീക്ഷണങ്ങൾ നടത്തി നോക്കും. അതിപ്പോൾ അതിൽ ഇത് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ വിഷ്വൽസ് വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചില പരീക്ഷണങ്ങൾ നടത്തുക, ലേഹ്യം കഴിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആവുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ വരുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മദ്യം കഴിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, ഇങ്ങനത്തെ ഒരു കഥാപാത്രം. പക്ഷെ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇയാൾ വേറൊരു മനുഷ്യനാണ്, വേറൊരു വിവേകാനന്ദനാണ്. അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. വിവേകാനന്ദൻ പേരുടെ കാരണം എന്താ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം എന്താ പറയുക, അതിന് ഒരു വേറെ രീതിയിൽ വേണമെങ്കിൽ പറയുന്ന ഒരു പ്രശ്നം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരു സുഖമുള്ള പേര് വേണം, എന്നാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പേര് ആവുകയും ചെയ്യരുത്. ഇപ്പൊ എന്ത് പേരിട്ട് കഴിഞ്ഞാലും ഇപ്പൊ രാജൻ ജയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പേരുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ വിവേകാനന്ദൻ വൈറലാണ്, അതിനൊരു റൈമിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ അതും കൂടി ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പേര്. പിന്നെ നിർദോഷമായ ഒരു പേരായിട്ട് എനിക്ക് തോന്നി. പുതിയ കാലത്ത് പേരുകളിൽ പോലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ നിർദോഷമായ ഒരു പേര് എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് പോയിട്ടുള്ളത്. സാർ, ഈ ഇപ്പോഴത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പുതിയ സെറ്റ് ഓഫ് വർക്കിംഗ് സ്റ്റൈലിൽ വരുമ്പോൾ ഇപ്പോൾ ഷൈൻ ഇപ്പോൾ 100ാമത്തെ പടം എന്നാണ്. സാർ ഷൈൻ്റെ ഈ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പണ്ട് അഭിനയിച്ചതിനേക്കാൾ വ്യത്യാസമായിട്ട് സാർ എന്താ ഫീൽ ചെയ്തത് ആസ് ആൻ ആക്ടർ ഷൈൻ്റെ ഒരു ഗ്രോത്തിൽ?
അല്ല, ഞാൻ ഷൈൻ അഭിനയിച്ച മിക്കവാറും എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമയിലൂടെയും ഷൈൻ ആ കഥാപാത്രമായി മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വളരെ കൗതുകത്തോട് നോക്കുകയാണ്. ആ ഗ്രോത്ത് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ ഷൈനിൽ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഗദ്ദാമ എന്നുള്ള സിനിമയിൽ ആദ്യം ഷൈൻ അഭിനയിക്കുമ്പോൾ പോലും ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഷൈൻ കാണിച്ചിട്ടുള്ള ഒരു വലിയൊരു ആഭിമുഖ്യമുണ്ട്. അതിൽ ചൂടത്ത് പോയി ഇരുന്ന് അതെ, മറ്റേ ഡെസേർട്ടിൽ പോയിട്ട് ഇരുന്ന് ടാനായി, അതൊരു പുതിയൊരു ആക്ടർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെ കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് മടിയുണ്ടാവും. അത് അവൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് അവനിത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് ഷൈന് പറ്റിയത്. പിന്നീട് വന്നിട്ടുള്ള ഓരോ സിനിമയിൽ ഇപ്പൊ നമുക്ക് ഇതിഹാസം എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അന്ന് അങ്ങനെ ഒരു കഥാപാത്രത്തിൽ ഷൈൻ അഭിനയിക്കാന്ന് പറയണത് ഞാനത് കണ്ടപ്പോൾ ഭയങ്കര സുഖം. ശരിക്കും ഷൈന് ഭയങ്കര പൗരുഷമുള്ള ഒരാളാണ്. ഒരു പെൺവേഷം കിട്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം പലരും അങ്ങനെ ഷൈൻ്റെ ഒറ്റ ഇത്ര മര്യാദയിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ അത്ഭുത അല്ലേ, എത്ര നേരം മിണ്ടാണ്ടിരിക്കുന്ന ഷൈനെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കണ്ട് നിങ്ങൾ നോക്കട്ടെ. എന്നോട് ഇപ്പൊ മമ്മി ഇപ്പൊ തനുക്കുകയാണെങ്കിൽ പറയണത് ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. അതെ, ഞാൻ ചോദിക്കും ചെയ്തു, ഇത് സിനിമയിൽ കാണുന്ന ഷൈനല്ല ഇവിടെ ഇരിക്കുന്ന ഷൈൻ അല്ലേ? അല്ല. അപ്പോൾ ഈ സിനിമയിൽ തിരിച്ചു വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിന് ഒരുപാട് കോംപ്ലക്സിറ്റീസ്, ഞാൻ കഥ എനിക്കറിയാം, ആ കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടറിന് ഷൈനെ ഏറ്റവും അധികം ഇതിൽ ചാലഞ്ച് ആയിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ റോൾ ചെയ്യുമ്പോൾ ഫോർ വിവേകാനന്ദൻ, വിച്ച് വാസ് ഈസി ഫോർ യു? നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടും ഞാൻ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത്. ഈ നമ്മുടെ വീട്ടിലൊരു ഭാര്യ എന്ന് പറയുന്നതും പുറത്തൊരു കാമുകി എന്ന് പറയുന്ന കൺസെപ്റ്റും ഇത് രണ്ടു കൊണ്ടും പോവാനുള്ള ഒരു പ്രശ്നങ്ങൾ, പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആവണത്, പിന്നെ ഈ ടൈപ്പിലുള്ള ലേഹിയാണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കുന്നതാണെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സുകളും കാര്യങ്ങളും അത് ലൈഫിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ പറയും. ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ആക്ടറിന് നല്ലതാണ്. കറ നല്ലതാണെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും കറ നല്ല, രാവിലെ പോകുന്ന മുഖ്യമന്ത്രിയുടെയും അധ്യാപകന്റെയും ഡ്രസ്സിൽ കറ പറ്റുന്നത് നല്ലതല്ല. പക്ഷെ ഒരു ആക്ടറിന് ഇച്ചിരി കറ പറ്റുന്നത് നല്ലതാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. കാരണം ആ കറ പിന്നീട് പക്ഷെ ഫുൾ ടൈം കറയാവരുത്. അത് ഇപ്പൊ ആക്ടർ ഇപ്പൊ കത്തി തീരുകയാണെങ്കിലും ആൾക്കാർ ചിരിക്കല്ലേ ഉള്ളൂ. ശരി, അപ്പൊ ആൾക്കാരെ ചിരിപ്പിച്ചാൽ മതി കത്തി തീരുമ്പോഴാണെങ്കിലും. അപ്പൊ ഡോക്ടർ സണ്ണി പറഞ്ഞിട്ടില്ലേ, ഞാൻ ഭ്രാന്തനെ പോലെ അലഞ്ഞിരിക്കും, എന്റെ പിന്നാലെ അന്വേഷിക്കരുത്, നിങ്ങൾ എന്തിനാ രാത്രിക്ക് ഇന്ത്യ അന്വേഷിച്ച് നടക്കണേന്ന്. അതെ സർ, സാറിന്റെ ആദ്യത്തെ സിനിമ തന്നെ ഇപ്പൊ മിഴിനീർ പൂക്കൾ 1986 അല്ലേ സർ? ആ സിനിമയിൽ മോഹൻലാൽ എന്ന കഥാപാത്രത്തിന് സത്യം പറയാച്ചെങ്കിൽ ഒരു ഭയങ്കര ഗ്രേ ക്യാരക്ടറായിരുന്നു. വിത്ത് ഫ്രണ്ട്സ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ കാലത്താണെങ്കിൽ അങ്ങനത്തെ ഒരു കഥ ഇപ്പൊ ഇങ്ങനെയൊന്ന് ബലിപ്പിക്കാൻ ഇത്രയും വലിയ നടന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ സാറിന്? തുടങ്ങിയ സമയത്താണ്. പൂക്കൾ കഴിഞ്ഞ ഉടനെ അല്ലേ? അല്ല, ആ സമയത്തല്ല. ലാല് രാജാവിന്റെ മകന് മുമ്പാണ്. 20-ാം നൂറ്റാണ്ടിന് മുന്നേ, 20-ാം നൂറ്റാണ്ടിന് അതിനുശേഷം ആ ഒരു കഥ ശരിക്കും പറഞ്ഞാൽ റിയലായിട്ട് ഉണ്ടായ ഒരു കഥയല്ലേ സർ? നാട്ടിൽ നടന്നൊരു സംഭവം, റിയലായിട്ട് നടന്നൊരു സംഭവത്തിന് അത് അന്നത്ര പോപ്പുലർ ആയിരുന്നില്ല. അത്തരം വിഷയങ്ങൾ അന്ന് സിനിമയിൽ പൊതുവെ വരാറില്ല. പ്രത്യേകിച്ച് ഹീറോസ് അഭിനയിക്കാറില്ല. പക്ഷെ മോഹൻലാൽ അന്ന് നെഗറ്റീവ് റോള് ചെയ്യാൻ ലാലിന് ഭയങ്കര താല്പര്യമായിരുന്നു. കേൾക്കാത്ത ശബ്ദം, ഒരുപാട് അങ്ങനെ പടങ്ങളിലൊക്കെ ഈവൻ രാജാവിന്റെ മകനിൽ പോലും നെഗറ്റീവ് അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഗ്രേ ക്യാരക്ടർ ചെയ്യാൻ ലാല് കഥ പറഞ്ഞപ്പോൾ തന്നെ ലാൽ ഓക്കെയാണ്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നീട് മലയാള സിനിമ മാറിയത് എങ്ങനെയാ വെച്ചാൽ 86-ലാണ്. ഇപ്പോൾ ഞാൻ അതിനുശേഷം ഉണ്ണികളെ വന്നു. ആ സമയത്ത് മോഹൻലാലിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മൂട്ടിയുടെ ഈ മമ്മൂട്ടി കുട്ടിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ കുറേ സിനിമകൾ വന്നിട്ട് മലയാള സിനിമ മുഴുവൻ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരാൻ തുടങ്ങി. അത് മൊത്തം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. അനാവശ്യമായ സദാചാര ബോധം കഥാപാത്രങ്ങൾക്ക് മുൻകാലങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം സത്യന്റെയും പ്രൈം മിനിസ്റ്ററിന്റെ കാലത്ത് ഇങ്ങനെ ഈ സദാചാരം ഉണ്ടായിരുന്നില്ല. ഒരുപാട് അനാവശ്യമായ സദാചാരം സിനിമയിലേക്ക് കയറി വന്ന് ഇത്തരം എന്താ പറയുക ഗ്രേ ഷെയ്ഡുള്ള നായകന്മാർ പാടില്ല, നായിക പാടില്ല. ഇപ്പം ഞാൻ അഴകിയരാവണം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു, പടം കോമഡിയൊക്കെ ആൾക്കാരുന്നു. പക്ഷേ ഭാനുപ്രിയ
തെറ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ ഭാര്യയാവുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം. മമ്മൂട്ടി അങ്ങനെ ഒരു പെണ്ണിനെ സ്വീകരിക്കുന്നു. ഇപ്പൊ അത് മാറി. അതാണ് ഈ പുതിയ കാലത്തെ സിനിമയുടെ, അത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് വലിയ മാറ്റമാണ്. അത് നല്ല കാര്യം സത്യം പറഞ്ഞാൽ. കാരണം ഈ സിനിമയിലും ഒരു എനിക്ക് ആ കഥ മുഴുവൻ പറയുന്നില്ല, പക്ഷെ ഐ നോ ദർ ഇസ് എൻ ഈക്വാലിറ്റിയും കുറച്ചധികം ഒരു ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് തോട്ട് പ്രോസസ് അല്ലെങ്കിൽ സാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിലും. ഈ വിവേകാനന്ദൻ എന്നുള്ള ക്യാരക്ടറിന്റെ ഈ പല രീതിയിലുള്ള ഇതുകളുള്ളപ്പോൾ സ്വഭാവങ്ങളുള്ളപ്പോൾ തന്നെ അയാളുടെ ഗ്രേ ഷെയ്ഡ് ഈ രണ്ട് സ്ത്രീകളിലേക്ക് ഉണ്ടാക്കുന്ന വലിയൊരു റിഫ്ലക്ഷൻ. ആ റിഫ്ലക്ഷൻ ഇന്ന് സൊസൈറ്റിയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ ഈ ഒരു ഇങ്ങനത്തെ ഒരു 2023 ഇപ്പോൾ ഈ പാൻഡമിക്കും OTT ഓഡിയൻസും ഒക്കെയുള്ള സമയത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് സാറിന് ഉണ്ടാകുന്ന ഇപ്പൊ എപ്പോഴും അറിയാം കറണ്ട് ആയിട്ട് നിൽക്കണം. സാറിന് എല്ലാ പടങ്ങളും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ടോ മറക്കാതിരിക്കാൻ. 86 തൊട്ട് 2022 വരെയുള്ള സിനിമകളിൽ കൂടെ സാറിന്റെ ഒരു കൊല്ലത്തിൽ മിനിമം 3-4 സിനിമകൾ വന്നിട്ടുണ്ടാവും ഇല്ലേ? 88, 89, 90 ഒരു കൊല്ലത്തിന് 3-4 സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സാർ എങ്ങനെയായിരുന്നു ഈ കറണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത്? എപ്പോഴും എങ്ങനെയാ സാർ? അത് റൈറ്റിങ്ങിലാണോ അതോ ട്രീറ്റ്മെന്റിലാണോ? അല്ല, രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞാൻ വേറൊരു റൈറ്ററായിട്ടാണ് കൂടുതൽ സിനിമകൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതുന്ന സിനിമകളും കൂടുതൽ ഇപ്പോൾ ശ്രീനിവാസൻ, രഞ്ജിത്ത്, റസാഖ്, അങ്ങനെ ഒരുപാട് പേര്, ജോൺ പോൾ, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സബ്ജക്റ്റുകൾ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് അതിലേക്ക് വരിക. അപ്പോൾ എനിക്കുള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് പിന്നെ പറ്റില്ല. ആ പടം സക്സസ് ആയാൽ പോലും എനിക്ക് ഇത് ഞാൻ ചെയ്ത പോലെയാണ്. അപ്പോൾ നമ്മൾ വേറൊരു ജോണറിൽ പിടിക്കാൻ നോക്കും. അപ്പോൾ ഈ ജോണറുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ കുഴപ്പമാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് നിറം എന്ന് പറഞ്ഞ പടം 100 കോടി ഭയങ്കര ഹിറ്റായി, ക്യാമ്പസും മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സിനിമ അതുപോലെ ചെയ്യരുതെന്ന് വെച്ചിട്ട് ഞാൻ മധുരോമ്പരക്കായിട്ട് എടുത്തു. വളരെ സീരിയസ് സിനിമയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തിയേറ്ററിൽ ഓടിയില്ല. അപ്പോൾ ഉടനെ ആൾക്കാർ പറഞ്ഞു ക്യാമ്പസ് സിനിമേനെ അങ്ങനെയുള്ള നമ്മളിലേക്ക് സ്വപ്നക്കൂട് അതൊരു വേറെ ലെവലായിരുന്നു. അതിൽ AD വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? നമ്മളെപ്പോഴും പറയും ആ കറുപ്പിനഴക് എന്നുള്ള പാട്ട് തന്നെ ഒരു റെവലേഷൻ എന്നുള്ള സൈക്കിളിൽ താഴോട്ട് ഇറങ്ങി രണ്ടുപേരും. ഞാൻ ചോദിക്കുന്നത് സാർ, അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ കറണ്ടായിട്ട് നിൽക്കാനായിട്ട് സാറിൻ്റെ റൈറ്റിംഗ് സാർ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ബിക്കോസ് ഓഡിയൻസ് മാറി. കാരണം തിയേറ്ററിലേക്ക് വരുന്ന ഓഡിയൻസ് പറയുന്നത് ചിലപ്പോൾ ഫാമിലികൾ കൂടെയല്ല, ഈ എല്ലാ പ്രായക്കാരുണ്ട്. ഈ 21 തൊട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് അമ്മമാർ വരെ. ഇപ്പോൾ സംവിധാനം കമൽ എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ചു വരുന്ന സ്ത്രീകളുണ്ടാവും ഈ സിനിമ കാണാനായിട്ട്. ഞാൻ പറയുന്നത് പണ്ടത്തെ ആ ഓഡിയൻസ്. അപ്പോൾ അതിൽ സാർ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ മാത്രം? അല്ല, നമ്മളെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. പക്ഷെ മുന്നത്തെ കമൽ സാറിന്റെ പടം പക്ക ക്ലീൻ ഫാമിലി പടം കൊണ്ടാണ് എല്ലാരും പോയത്. പക്ഷെ ഇന്നത്തെ ആ ടീച്ചർ കാണുമ്പോ ഇത് യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായ? ഇന്നത്തെ ഓഡിയൻസ് മാറി. ഇന്നത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ അന്നത്തെ കുറച്ച് മുന്നത്തെ ചെറിയ പിള്ളേരും ചെറുപ്പക്കാരും ആയിരുന്നു ഇന്ന് ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേഹ്യം കഴിച്ചിട്ട് പല്ലി വീണതാന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് ഇപ്പൊ പറഞ്ഞതിലുണ്ട്, ഷൈൻ പറഞ്ഞതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അന്നത്തെ കുട്ടികളാണ് ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴത്തെ സ്ത്രീകള്, ഫാമിലി ആയിട്ടുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും അവർ റിയലൈസ് ചെയ്യാനും തുടങ്ങി. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഭയങ്കര അവെയറാണ് ഇപ്പോഴത്തെ സൊസൈറ്റി. ഒരു 15 കൊല്ലം മുമ്പുള്ള സ്ത്രീകൾ ഇതിനെ കുറിച്ച് വല്ലതിനെ കുറിച്ച് ഒരു സ്ത്രീ വിരുദ്ധമായ ഒരു സംഭാഷണം വന്നപ്പോൾ ഓർമ്മയില്ലേ നമ്മുടെ നാട്ടിലുണ്ടായ. അപ്പൊ അന്നത്തെ ഈവൻ അതിനുശേഷം നമ്മൾ ഈ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പൊ സ്ത്രീവിരുദ്ധ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കണ്ടിരുന്ന് ചിരിച്ചിട്ടുണ്ട്, അവരും കൂടി ഇരുന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സ്ത്രീ ചിരിക്കില്ല. ആ ഒരു വലിയ വ്യത്യാസമുണ്ട്. കാരണം അതിനെതിരെ അവർ പറയും, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ സിനിമകളുടെ ഒരു ആസ്വാദനത്തിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് സബ്ജക്റ്റുകൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കമൽ സാറിന്റെ ഒരു പ്രോസസ്സ് എന്തായാലും അറിയുന്നതാണല്ലോ, എപ്പോൾ ചീത്ത കിട്ടുമെന്ന് അറിയാം. എന്താണ് കറക്റ്റ് വേണ്ടതെന്ന് സാറിന് മനസ്സിലാവുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതെങ്ങനെ ഷൈൻ ആ ഇതിലേക്ക് എത്താറ് എങ്ങനെയാ? അത് നമുക്ക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും സാറിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഗദ്ദാപം കഴിഞ്ഞിട്ട് പിന്നെ ഇതല്ലേ ചെയ്യുന്നത്, സോ അതിനൊരു 10 കൊല്ലം തന്നിട്ടുണ്ട് ഇല്ലേ? അല്ല, സാറിന് വ്യത്യാസമില്ല. സാർ അതേ എനർജിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനർജിയിൽ. ഇപ്പൊ ലൊക്കേഷനിലെ മുഴുവൻ ചെറുപ്പക്കാരാണ്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാനായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി. ഇപ്പൊ സാറ് കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും ടെക്നീഷ്യൻസിന്റെ. ബാക്കിയുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്. പക്ഷെ അവരെക്കാളും സ്പീഡിലാണ് സാറ് അവിടെ നിന്ന് ചേർന്ന് എഴുന്നേറ്റ് വരുന്നതും ചേർന്ന് തിരിച്ചു പോകുന്നതും. സാധാരണ ആൾക്കാർക്ക് ആ പ്രായത്തിലുള്ളവർക്ക് ചേർന്ന് എഴുന്നേക്കാൻ തന്നെ സമയം എടുക്കും. ഇത് സാറ് റബ്ബർ പന്ത് പോലെ എഴുന്നേൽക്കും. അല്ല, ഞാൻ പറഞ്ഞ എന്റെ ഡാഡി അങ്ങനെ എഴുന്നേക്കും. ഇരുന്നിരിപ്പിൽ ഇങ്ങനെ ഇരിക്കും, ബുദ്ധിമുട്ടും. അതെ സാർ. പക്ഷെ ഈ ഞാൻ ചോദിക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് സാറിന് പനിയായിട്ട് അടക്കം ലൊക്കേഷനിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സാറ്.
അത് പഴയ ആൾക്കാര് ഷൂട്ടിംഗ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നം. അതെ അതെ. സാറ് തുടങ്ങുന്നത് ചില്ല് മറ്റേ അല്ലേ ലെനിരാജിന്റെ ഏരിയയില്. അതെ, അവിടെ ഞങ്ങളുടെ ഒരുപാട് നല്ല 3-4 നല്ല ഡയറക്ടേഴ്സിനോട് ഇപ്പോൾ സേതുമാധവൻ സാറാണെങ്കിലും അവരുടെയൊക്കെ താങ്കൾ AD ആയിരുന്നു. അതിനുശേഷം താങ്കൾ ഇതിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട ആൾക്കാരെ AD ആയിട്ട് വരുന്നു. അങ്ങനെ സാറിൻ്റെ ലെഗസി ഗോസ് ഓൺ. പക്ഷെ ഇപ്പോൾ കാണുന്നൊരു ഡിഫറൻസ് എന്താണല്ലേ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ? ബിക്കോസ് സാർ തുടങ്ങുന്നത് 86-ലാണ് വിത്ത് മിഴിനീർ പൂക്കൾ ടു ടിൽ വൈറൽ. എന്താണ് സാറിന് തോന്നിയത് ചേഞ്ചസ്, നോട്ട് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ, പക്ഷേ ഒരു അസോസിയേഷൻ ഇൻ ദ സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു വൈബ് എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഭാഷയിൽ എന്താ സാറിന് പ്രധാനമായിട്ട് തോന്നുന്ന വ്യത്യാസം? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇപ്പം എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുമ്പോൾ ഷൈനടക്കമുള്ളവർ വരുമ്പോൾ സാറിൻ്റെ കൂടെ നിന്ന് സിനിമ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതാണ്. ഇപ്പം പല യങ്സ്റ്റേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സാർ ഒരു പടം ഞാൻ വർക്ക് ചെയ്തോട്ടെ. അപ്പം ഞാൻ ഒരു പടം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിന് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ്. ഒരു പടം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അടുത്ത കാലങ്ങളോളം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തവർക്ക് പടം കിട്ടുള്ളൂ. അങ്ങനെ ഒരു 7-8 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ടു. ഒന്നാമത് ഇപ്പം നമ്മുടെ മൊത്തം ഇൻഡസ്ട്രി ധരിച്ചു വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ. കാരണം കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പിന്നെ സിനിമ ചെയ്യാൻ കൊള്ളൂല എന്നുള്ളൊരു ധാരണ, ഒരു പൊതുധാരണ സിനിമയുടെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 പടം മാക്സിമം AD ആയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഉടനെ തന്നെ ഡയറക്ടർ ആവണം, ഒരു കഥ ഉണ്ടാക്കും. ഫ്രണ്ട്സ് എല്ലാവരും കൂടി, അത് തെറ്റാണെന്നും പറയണില്ല, കഥ ഉണ്ടാക്കി ഒരു ആക്ടർ അപ്രൂവ് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ തോന്നുന്നു. ആക്ടർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ആവും. മുമ്പ് അങ്ങനെ ഇല്ലല്ലോ. മുമ്പ് ഞാനൊക്കെ പടം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ഒരു കഥ ഉണ്ടാക്കി പ്രൊഡ്യൂസർ വന്നിട്ട് പ്രൊഡ്യൂസറെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും ഓക്കെയാണ്. അതെ, ഇതിപ്പോ ഒരാൾ കഥയും കൂടി ചെല്ലുമ്പോൾ ആക്ടറിന്റെ ഡേറ്റ് ഉണ്ടോന്നല്ലേ ആദ്യം ചോദിക്കുന്നത്. പ്രൊഡ്യൂസർ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതൊരു വലിയ പ്രൊഡക്ഷൻസിനെ ഒന്നും അറിയില്ല, അവര് കഥനെ പറ്റി അറിയില്ല. കാരണം പ്രൊഡക്ഷനാണ് ഇവിടെ കൂടുതൽ സ്ട്രോങ് ആവുന്നത്, പ്രൊഡക്ഷൻ ഹൗസസ്. അതുപോലെ റൈറ്റേഴ്സ് അസോസിയേഷൻസ്. ഇപ്പോൾ സാറ് പെരുമാറത്തെ വിശേഷങ്ങൾ സാറ് ഡയറക്ട് ചെയ്യുമ്പോൾ രഞ്ജിത്ത് ആദ്യമായിട്ട് വന്നതാണ് അല്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഈ റൈറ്റേഴ്സ്, ഇപ്പോൾ ശ്രീനിവാസന്റെ കൂടെയാണ് പാവം രാജകുമാരൻ തൊട്ട് ഇപ്പോഴത്തെ എങ്ങനെയാണ് ഈ ഒരു റൈറ്റേഴ്സ് അസോസിയേഷൻ വിത്ത് ഡയറക്ടർ തോന്നുന്നത്? ഷൈനിന് അതെ, ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഡയറക്ടേഴ്സ് തന്നെയാണ് എഴുതുന്നത്. അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് കുറെ പേര് എഴുതുന്നുണ്ട്. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഒരു കഥ കൊണ്ട് ഒരു ആക്ടർ എടുത്ത് പറഞ്ഞ് ആ ആക്ടർ പറഞ്ഞ് നീ എഴുതിക്കോ, സ്ക്രിപ്റ്റ് എഴുതിക്കോ എന്ന് പറഞ്ഞാൽ അയാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഒരു ഡയറക്ടറെ ചിലപ്പോൾ ആക്ടറായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നു, സിനിമ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ശ്രീനിവാസനായാലും രഞ്ജിത്ത് ഞങ്ങളൊക്കെ പടം ചെയ്യുമ്പോൾ വെച്ചാൽ ആദ്യം നേരത്തെ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ഞാൻ പടം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതാണ് ആദ്യം ചെയ്തത്. ഇപ്പോൾ സെഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ് പെരുമാറത്തെ വിശേഷങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന് അത് തിരക്കഥ എഴുതാനായിട്ട് നമ്മൾ വിളിക്കുന്നു. രഞ്ജിത്ത് അതിന് മുമ്പ് തിരക്കഥ എഴുതിയില്ല. ഓർക്കാപ്പുറത്തിൻ്റെ കഥ രഞ്ജിത്തിൻ്റെ ആയിരുന്നു. അതായിരുന്നു കണക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർക്കാപ്പുറത്തിൻ്റെ കഥ പറഞ്ഞ ഒരു പരിചയം രഞ്ജിത്തിൻ്റെ ഞാനുമായിട്ടുണ്ട്, ഒപ്പം സെഞ്ചുറി ആയിട്ടുണ്ട്. അങ്ങനെയാണ് രഞ്ജിത്തിനെ സ്ക്രിപ്റ്റ് എഴുതാൻ വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ രഞ്ജിത്ത് വലിയ റൈറ്ററായി. അപ്പോൾ രഞ്ജിത്തിന് രഞ്ജിത്തിൻ്റെതായ രീതിയിലേക്ക് പടം ചെയ്യാമെന്ന് ഞാനും ശ്രീനിവാസനും ഇരുന്ന് എഴുതി. കഥ അതിന് ശേഷമാണ് ഇപ്പം മഴയത്ത് മുമ്പ് ഞാനും ശ്രീനി കൂടി ഇരുന്നതിന് ശേഷം ഒരു കഥ വന്നതിന് ശേഷമാണ് മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് പറയുന്നത്. ഫോണിലാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഒറ്റ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശ്രീനി ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു കഥ കിട്ടിയിട്ടുണ്ട്, ഞാൻ ശ്രീനിക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്ത് ശ്രീനി പറഞ്ഞു, എടോ നമ്മളൊരു പടം ചെയ്യുന്നു, നിങ്ങളുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വനിതാ കോളേജിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ സുന്ദരനായ ഒരു വയസ്സൻ അധ്യാപകൻ വരുന്നു. പെൺകുട്ടികൾക്ക് മുഴുവൻ ഇപ്പോഴാണെങ്കിൽ പ്രേമം വൈറലാണെന്ന്. അപ്പൊ അതിൽ നിന്നൊരു വാക്ക് മാറ്റാൻ പറഞ്ഞു. വയസ്സൻ ചെറുപ്പക്കാരനും സുന്ദരനും ഈ ഒരൊറ്റ ഡയലോഗോ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല, കഥയും പറഞ്ഞിട്ടില്ല. അന്ന് അങ്ങനെ ഒരു ഫ്രീഡം ഡയറക്ടർക്കോ എന്താണ് തിരക്കഥാകൃത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പല സിനിമകളും കഥകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത്തരം റൈറ്റേഴ്സ്, ഇപ്പൊ റൈറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണത് അന്നുണ്ടായിരുന്നു. ഇപ്പൊ MT പത്മരാജൻ തുടങ്ങി, ലോഹിദാസ് തുടങ്ങി, ശ്രീനിവാസൻ, ദാമോദരൻ, ഒരുപാട് പേര് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ലെഗസിയൊക്കെ ഉള്ള റൈറ്റേഴ്സ് ഇന്നില്ല എന്നുള്ള സത്യം. കാരണം അതിന്റെ ആവശ്യമില്ല എന്നുള്ള സിനിമയുടെ രീതി മാറി. പ്ലേകളാണ് കൂടുതൽ, സന്ദർഭങ്ങൾ എല്ലാ സൈഡിൽ നിന്നും ഷൂട്ട് ചെയ്ത് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ള രീതി. പക്ഷെ അത് ഓഡിയൻസിന്റെ പൾസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ തിയേറ്ററിലേക്ക് റിലീസുള്ള സിനിമകൾക്കും അത് മതി എന്നല്ല, അതിന്റെ ആൾക്കാരും അങ്ങനെ തന്നെ മാറുന്നുണ്ടല്ലോ. ഞാൻ വരുന്ന സമയത്ത് പെർട്ടിക്കുലർ എന്ത് ഷോട്ടാണോ വേണ്ടത് അത് മാത്രം എടുക്കുള്ളൂ. ഈ ആംഗിളിൽ ഇത് ആവശ്യം, അപ്പൊ അത് മാത്രം എടുക്കും. ഇന്നിപ്പോ ലെങ്ത് 1 to 10 എന്ന് പറയുന്ന പോലെ ഫുൾ എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എഡിറ്റിംഗ് ടേബിൾ കൊണ്ടുപോയിട്ടാണ് കട്ട് ചെയ്യണത്.
അതെ ആ കാലം അത് ഭയങ്കര മാറിയിട്ടുണ്ട്. അതെ സാറിന്റെ സിനിമയില് ഇപ്പൊ ഓർക്കാപ്പുറത്ത് തന്നെ ഏതൊരു മലയാളിയും ഒരു ജോലി കിട്ടിയിട്ട് വേണം 2 ആഴ്ച ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഓർക്കാപ്പുറത്തല്ലേ. അങ്ങനെ തന്നെ കുറേ ഡയലോഗുകളും പിന്നെ പാട്ടുകളും. കമൽ സാറിന്റെ സിനിമകളെ പാട്ടുകൾ ഫ്രം കാക്കുത്തിക്കാവ് തൊട്ട് നമ്മൾ ഏത് മലയാളിയും ഏതൊക്കെ രീതിയിൽ അതന്നെ ഉണ്ണിയിലൊരു കഥ പറയാം എല്ലാ സിനിമയിലും പാട്ടുള്ളത്. ഇപ്പൊ മഴയത്ത് മുമ്പേ ഞാൻ പറഞ്ഞത്. അപ്പോ അന്ന് പാട്ടിന് ഭയങ്കര അതാണ്. അപ്പൊ ഈ വിവേകാനന്ദനും അങ്ങനെ പാട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഒരു പാട്ടിന് പണ്ടത്തെ കാലത്ത് അത്ര ഇല്ല, എങ്കിൽ പോലും 2 പാട്ടുണ്ട് വളരെ മെലോഡിയസ് ആയിട്ട്. അങ്ങനെ ലിപ്പ് വെച്ചിട്ട് പാടുന്ന പാട്ടുകളില്ല. പക്ഷെ ഈ 2 നല്ല പാട്ടുകൾ ഈ പടത്തിലുണ്ട്. ബിജുപാലാണ് മ്യൂസിക്, ഹരിനാരായണനാണ് എഴുതിയിരിക്കുന്നത്. വളരെ നല്ല പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ മെലഡി വിട്ടിട്ട് എൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. പാട്ടിൽ മെലഡി ഇല്ലെങ്കിൽ ആ പാട്ടിനോട് എനിക്ക് യാതൊരു ആഭിമുഖ്യം ഉണ്ടാവില്ല, എനിക്കത് ഇഷ്ടമാവില്ല. കറുപ്പിനടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിലുണ്ടൊരു മെലഡി, അടിച്ചുപൊളിയാണെങ്കിലും അതിലൊരു മെലഡി ഉണ്ട്. അപ്പൊ അത് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധം. പോണ്ടിച്ചേരി ഇത്ര ഭംഗിയായിട്ട് കാണിച്ചൊരു പാട്ടായിരുന്നു. അതെ ഇപ്പൊ ഈ പടത്തിലെ 2 പാട്ടിലും അതുണ്ട്. അതിപ്പോ നമ്മളാണെങ്കിലും ഗ്രാമഫോണായാലും പാട്ടുകൾക്ക് നമുക്ക് ഏറ്റവും എല്ലാ സിനിമയിലും ഇപ്പൊ ഞാനിപ്പോ സാറിന്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കുമ്പോൾ എല്ലാ വിഷ്ണു ലോകം എന്ന് പറഞ്ഞാൽ എനിക്ക് കസ്തൂരി ഓർമ്മ വന്നു. ഇങ്ങനെ ഓരോ പാട്ടിലും നമ്മൾ ജനിച്ച് വളർന്ന കാലഘട്ടം ആയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലാണ്. ഇപ്പൊ സത്യം പറഞ്ഞ ഷൈനിന് ഒരു സിനിമയിൽ താങ്കളുടെ സിനിമയിലെ പാട്ടുകൾ ഫുൾ പാടാൻ പറ്റുമോ? ഫുൾ പാടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ മെയിൻ ആയിട്ട് ആക്ടർ ആവാൻ പരിശീലിച്ചിരുന്നത് ലിപ്സിങ് ചെയ്യുക എന്നുള്ളതാണ്. റേഡിയോയിൽ പാട്ട് വരുമ്പോ ദൂരെ കിഴക്കുതിക്കും, പിന്നെ ഹൈ സ്പീഡിൽ ഓടുക, ചാടുക, ആക്ഷൻ, ഇതൊക്കെയായിരുന്നു അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചിരുന്നത്. പക്ഷെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും നമ്മൾ ഹൈ സ്പീഡിൽ ഓടി അഭിനയിക്കണതല്ല, ക്യാമറ ചെയ്യണതാണ്. പിന്നെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോ ലിപ്സിങ് പാട്ടുകളും ഇല്ല. പിന്നെ മൊത്തം വില്ലൻ കഥാപാത്രം. പക്ഷെ ഡാൻസ് പഠിച്ചത് മുഴുവൻ അമൽനീരത് കറക്റ്റ് ആയിട്ട് ഭീഷ്മയില് കറക്റ്റ് ആക്കി. അതെ, അതുകൊണ്ട് തന്നെ പാട്ടുപാടി അഭിനയിക്കാനുള്ള അതായിരുന്നു അന്നത്തെ മെയിൻ പരിപാടി. പാട്ടുപാടി അഭിനയിക്കുന്ന ആക്ടർ ആണല്ലോ മോഹൻലാലൊക്കെ, പാട്ട് പാടുന്ന പോലെ തന്നെ തോന്നുള്ളൂ. ഇപ്പൊ ചിത്രത്തിലൊക്കെ തന്നെ ആ ബാക്കിൽ എന്തൊക്കെ റിബണൊക്കെ വെച്ച് ഓട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ എം ജി ശ്രീകുമാറാണ് പാടിയെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വിശ്വസിക്കുന്നത്, ലാലേട്ടൻ പാടിയ പാട്ടെന്നാണോ വിശ്വസിക്കുന്നത്. അപ്പൊ അഭിനയത്തിലെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ പാടി അഭിനയിക്കാൻ പറ്റണം, സ്ലോ മോഷനിൽ നന്നായിട്ട് ഓടാനും ഇടിക്കാനും അറിയണം. സത്യം. പക്ഷെ അതുപോലും വേണ്ടില്ല, കംപ്ലീറ്റ് റോപ്പ് അല്ല അന്നത്തെ സ്ലോ മോഷൻ ഓട്ടവും ഇടിയും ശരിക്കും പഠിക്കണം. പിന്നെ ലാസ്റ്റ് മരിക്കാനും പറ്റണം. അത് ഫസ്റ്റ് പടത്തിൽ തന്നെ സാധിച്ചു. ലാസ്റ്റ് മരിക്കുന്നുണ്ട്, മരിക്കുന്നതാണ് നായകൻ. ലാസ്റ്റ് പുണ്യകളെയാണെങ്കിലും രാജാവിന്റെ പകരമാണ് ഒക്കെ വെടികൊണ്ട് മരിക്കല്ലേ. അപ്പൊ ഇന്നാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മരിക്കുകയാണെങ്കിൽ പടം കൂവി തോന്നി. നായകൻ മരിക്കാൻ പാടില്ല. ഹിന്ദിയിലൊക്കെ നായകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യും. അല്ല ആ സമയത്ത് ഹിന്ദിയിൽ നായകന്മാർ മരിച്ചിരുന്നു തോന്നുന്നു. അമിതാഭ് ബച്ചൻ മരിച്ചിട്ടില്ല. എല്ലാ പടത്തിലും ഞാൻ പണ്ട് സാറിന്റെ വീട്ടിലെ ഇന്റർവ്യൂ പോയിക്കണേ ഒരു കൊടുങ്ങല്ലൂർ വെച്ചിട്ട്. അപ്പൊ ഇറങ്ങാൻ നേരത്തെ ഭാസ്കർ മാസ്റ്റർ പെങ്ങളെക്കാനോ കോപ്പിള് വെച്ചിട്ടു എങ്ങടാ പോണേ എന്ന് വെച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ കമാലുദ്ദീൻ മുഴുവൻ വിളിക്കും കേട്ടോ സാറിനെ. കമൽ സാറിനെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം കമാലുദ്ദീനോട് പറയൂ എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ. അതേത് സിനിമയാണ് അവിടെ വേണ്ടേ? കാരണം എല്ലാ സിനിമയും ശ്രീകാളീശ്വരിയിലും അവിടെ കൊടുങ്ങല്ലൂരൊക്കെ പോയിട്ട് കമലിന്റെ പടം എന്ന് പറഞ്ഞാൽ അവിടെ പോയി ടിക്കറ്റൊക്കെ പിന്നെ മേടിക്കുള്ളൂ, അവിടെ പോയിരിക്കും. എന്നിട്ട് അടുത്ത സിനിമ കണ്ടിട്ടാണ് ഓപ്പള ഇറങ്ങി വരിക. അപ്പൊ ഒരു സിനിമ കണ്ടപ്പോൾ ഇഷ്ടമായില്ല. അപ്പൊ അതാണ് എന്നോട് പറഞ്ഞത് കമാലുദ്ദീൻ പറയും എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ പറയുന്നു. അപ്പൊ അവൻ മരിച്ചുപോയി. അതെ, അങ്ങനെ എനിക്ക് ഗുരുവിനെയും ശിഷ്യനെയും കുറച്ച് സമയം കിട്ടിയതിലും അൻസാർ എന്നോട് പറഞ്ഞു അതായത് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സാർ ഞാൻ ദാ എത്തി. ഷൈൻ ഏതായാലും കൺഗ്രാജുലേഷൻസ്. ഭയഭക്തി ബഹുമാനം അച്ചടക്കം എന്നൊക്കെ സാറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ. ഞാൻ ഈ കസേരയൊക്കെ എടുത്ത് പൊക്കി കൊണ്ടുവന്ന് വിചാരിച്ചു, പക്ഷെ ഇല്ല, മര്യാദ കുട്ടിയായിരുന്നു. താങ്ക് യു സർ. താങ്ക്സ്.